ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. ഇപ്പം നമ്മളെ നാട്ടിലെ സൈസല്ല എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട്, കൊല്ലം, കോട്ടയം, അങ്ങനെയൊക്കെ പലയിടത്തും പല സൈസാണ്. ഓരോരുത്തർക്കും ഓരോ സൈസ് സാധനമാണ് പറയണം. അപ്പോൾ നമ്മളവിടെ ചിലപ്പോൾ വലിയ സാധനങ്ങൾ വേണം, ചിലയിടത്ത് മീഡിയം മതി, ചിലയിടത്ത് ചെറുത് മതി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് എന്തായാലും ഇവിടെ ഒരാൾ നിന്ന് കയറ്റി വിട്ടാലല്ലേ പറ്റുള്ളൂ. എനിക്ക് പറ്റുന്ന സാധനം ഇപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ പോയി എവിടെയാണെന്ന് വെച്ചാൽ കണ്ട് റെഡിയാക്കി നമ്മളെടുക്കും. ഇപ്പം എനിക്ക് എല്ലാ ട്രിപ്പും ഇങ്ങനെ വരാൻ പറ്റില്ല. ഇപ്പം അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വിളിച്ചു പറയാം, അവിടെ ഇന്ന സൈസ് നീ പോയി നോക്ക്, ഇന്ന സൈസുള്ള സാധനം ഇവിടെ ഉണ്ട്, ഏത് റേറ്റിൽ കിട്ടും, എവിടെയാണ് റേറ്റ്, ഏത് മാർക്കറ്റിലാണ് റേറ്റ് കുറവ്, ആ റേറ്റിലുള്ള മാർക്കറ്റിൽ നിന്ന് സാധനം എടുത്ത് തരാൻ പറഞ്ഞാൽ അവൻ നോക്കി തരും. അതേപോലെ ഇപ്പം നാട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും സർവീസ് ചെയ്ത് കൊടുക്കും. കേരളത്തിലുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങളെ കെയർ ഓഫിലായാലും നിങ്ങൾക്ക് ഒരു സാധനം നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണോ കയറ്റി വിടുന്നത്, മോശമാണോ, അത് ഇന്ന സൈസ് വേണോ എന്നുള്ളത് അറിയാനായിട്ട് ഇവിടെ ഒരാൾ വേണമെങ്കിൽ അതിനായിട്ട് ഒരാൾ ഇവിടെ ഉണ്ട്. ഇപ്പം നാട്ടിലെ ഏറ്റവും എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും പറഞ്ഞ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധനത്തിന് നല്ല റേറ്റും ആയിരിക്കും. സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഏറ്റവും ആവറേജിനെ കാട്ടി താഴോട്ടുള്ള ക്വാളിറ്റി കയറ്റി വിടും. നമ്മൾ അവിടെ വരുമ്പോഴത്തേക്ക് ഇത് കാണുന്നുള്ളൂ, അവിടെ വരുമ്പോഴേ കാണുന്നുള്ളൂ. അപ്പോൾ ഏത് സൂപ്പർ ക്വാളിറ്റിയുടെ റേറ്റും മേടിക്കും, ആവറേജിന് താഴെയുള്ള സാധനം കയറ്റിവിടുകയും ചെയ്യും. 3-4 ദിവസം ട്രാവലിലിരിക്കേണ്ട സാധനമാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ സാധനത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. അപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കും. ഇതാണ് കടക്കാരനാണ് നഷ്ടം. അതായത് ഇവിടെ ഫുൾ പർച്ചേസ് ചെയ്തിട്ട് സാധനം ഇവിടുന്ന് കൊടുത്തു വിടത്തുള്ളൂ. ഇപ്പം നമ്മൾ എത്ര ടണ്ണ് പർച്ചേസ് ചെയ്യുന്നോ ആ അത്രയും ടണ്ണിന്റെ പൈസ ഇവിടെ കൊടുത്താൽ മാത്രമേ അവർ സാധനം കയറ്റത്തുള്ളൂ. അവർ പോയി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ അഡ്വാൻസ് കൊടുക്കണം. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്, അഡ്വാൻസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫുൾ ലോഡ് കയറി വണ്ടി തൂക്കെടുത്ത് നിട്ടിട്ട് ഫുൾ പൈസ ഇട്ടിട്ട് അല്ലാതെ ആ വണ്ടി അവിടെ നിന്ന് വിടുകയില്ല. അതങ്ങനെയാണ്. അപ്പോൾ ഈ വണ്ടി അവിടെ നിന്ന് വിട്ട് ഇവർ പൈസയും കൊടുത്ത് അവിടെ നിന്ന് വിട്ടിട്ട് നാട്ടിൽ ചെല്ലുമ്പോഴാണ് അയ്യോ നമുക്ക് ഇത് സ്കിൻ ഔട്ട് സാധനമാണോ, അല്ലെങ്കിൽ ചെറിയ സാധനമാണോ, ഇത് കംപ്ലൈൻ്റ് ആവുന്ന സാധനമാണോ, അധികം ഈ സാധനമാണെന്ന് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റും. അപ്പോഴേ അറിയുള്ളൂ ഡാമേജ് ആണ് വന്നത്. അതായത് ഇതൊരു തേർഡ് ക്വാളിറ്റിയുടെ പൈസ ആവത്തുള്ളൂ. പക്ഷേ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയുടെ പൈസ കൊടുക്കുകയും ചെയ്തു. ഫസ്റ്റ് ക്വാളിറ്റിയുടെ പൈസ കൊടുക്കുകയും ചെയ്തു. ഈ പൈസ നമുക്ക് ഇത് വിറ്റ് എടുക്കാനും പറ്റില്ല. അവിടെ നഷ്ടം വരും. വെച്ചേക്കാൻ പറ്റൂലല്ലോ. ഇത് വണ്ടിയിൽ നിന്ന് ഈ രീതിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 ദിവസത്തിനകത്ത് വെച്ച് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ലോഡിന്റെ ഫുൾ പൈസ പോകും. അത് ഏകദേശം നല്ലൊരു എമൗണ്ട് വരും.